بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. ഇന്നെടുക്കുന്ന വീഡിയോ 221. ഇതിൽ സൂറത്തുൽ ഫീലാണ് എടുക്കുന്നത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിൽ 5 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ നമസ്കാരങ്ങളിലൊക്കെ അലംതറക്കെ ഫീൽ എന്ന സൂറത്ത് ഓതാറുണ്ട്. ഇമാമും മഅ്മൂമുമായി നമസ്കരിക്കുമ്പോൾ ഇമാം ഓതുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാവർക്കും ബൈഹാർട്ട് അറിയാം ഈ സൂറത്ത്. ഇതിൻ്റെ ആശയവും ഒറ്റവാക്ക് അർത്ഥവും പറയുന്നത് മറ്റ് ആയത്തുകളെ പോലെ തന്നെ ഇതും നമസ്കാരത്തിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും മറ്റുമൊക്കെ നല്ലതാണ്. അതിൻ്റെ പേരിൽ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഇനി 9 സൂറത്തും കൂടിയുള്ളൂ. ഈ ചെറിയ ചെറിയ സൂറത്തുകൾ 9 സൂറത്തുകൾ. അത് കഴിഞ്ഞാൽ 1-ാം ജുസു തുടങ്ങി വെച്ചത് നമ്മൾ കഴിഞ്ഞു. ഇതിൻ്റെ മുമ്പേ തന്നെ യാസീൻ സൂറത്ത് പല സൂറത്തുകളും ദീർഘമായ സൂറത്തുകളും പലതും എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 1-ാം ജുസു എടുക്കാനുണ്ടായ പ്രധാന ആവശ്യം, പലരും ആവശ്യപ്പെട്ടു 1-ാം ജുസ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ അടങ്ങിയതാണ്, അതുകൊണ്ട് അതിൻ്റെ ആശയം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 1-ാം ജുസ് തുടങ്ങി വെച്ചത്. അതിപ്പോൾ ഏതാനും മാസം കഴിഞ്ഞു. അത് കഴിയാറായിരിക്കുകയാണ്. ഇപ്പോൾ സൂറത്ത് കഴിയാറായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ ദീർഘമായ സൂറത്തുകൾ എടുക്കും. അപ്പോൾ സൂറത്തുൽ ഫീലിനെ സംബന്ധിച്ച് അത് എടുക്കുന്നതിന് മുമ്പായിട്ട്, സൂറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചുരുക്ക വിവരം ഞാൻ പറയാണ്. സൂറത്തുൽ ഫീല് ഒരു ആനക്കലഹം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടന്നിട്ടുണ്ട് മക്കയിൽ. നബിയെ പ്രസവിക്കുന്നതിന് 50 ദിവസങ്ങൾക്ക് മുമ്പ്. അതിനാണ് വാഖിയത്തുൽ ഫീൽ അല്ലെങ്കിൽ ആനക്കലഹം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആനക്കലഹം എന്ന് പറയുന്നത്? മക്കയിൽ ഒരു പാർട്ടി കാപ്പം പൊളിക്കാൻ വന്നു. കാപ്പം പൊളിച്ചു കളയാൻ വേണ്ടി വന്നു. അതായത് യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് രാജാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ ഈ അബ്രഹത്തും സൈന്യവും കൂടി മക്കയിൽ വരികയാണ് കാപ്പം പഠിക്കാൻ വേണ്ടി. അതിനൊരു ചെറിയ കാരണം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഈ സൂറത്തിനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ, ആയത്തുകളെ പറ്റി പറയുമ്പോൾ അത് ഞാൻ പറയാം. അപ്പൊ ഇതാണ് സംഭവം. കാപ്പം പൊളിക്കാൻ വന്നു. ആ സൈന്യത്തെ അള്ളാഹു ഒന്നടക്കം നശിപ്പിച്ചു. ഇത് ക്രിസ്താബ്ദം 570 എന്ന് പറഞ്ഞാൽ നബിയെ പ്രസവിച്ചത് ഇതിന് ശേഷം 50 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇനി ഞാൻ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ ترميهم بحجارة من سجيل فجعلهم كعصف مأكول. 5 ആയത്തുകളാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, നബിയോട് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നബി കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്. ആനക്കാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നബി കണ്ടില്ലേ എന്നാ ചോദിക്കുന്നത്. നബി കാണുക എന്ന് പറഞ്ഞാൽ നബി അന്ന് ഇല്ലല്ലോ. അപ്പൊ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് നബിക്ക് ഈ വാർത്ത എത്തിയില്ലേ എന്നാണ് അതിൻ്റെ ആശയം. ഇത് നബി ഈ വാർത്തയെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ടോ, എന്താണ് കാര്യം എന്നാണ്. ഇനിയിപ്പോൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഈ
നബിയുടെ ശ്രദ്ധ ഈ സംഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത്രയും വലിയൊരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അലം തറ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അലം തറ, നബി കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്. അതിന്റെ തഫ്സീറിയമായി മാതാ സനഅല്ലാഹു ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അലം യബ്ലൂക യാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് എത്തിയില്ലേ? വതഅലമ, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല, ഇൽമൻ യഖീനൻ, ഉറപ്പായ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? മാതാ സനഅല്ലാഹു ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീലിനെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തതെന്ന്, ആനക്കാരെ കൊണ്ട് അള്ളാഹു ചെയ്തത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങൾക്ക് ആ വിഷയം എത്തിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നബിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിഷയമാണ്. മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ പറയുന്നത്, അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു, യമൻ ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ യമൻ ഭരിച്ചിരുന്നത്, യമൻ അറബി നാടാണ്, പക്ഷെ യമൻ ഭരിച്ചിരുന്നത് ഇസ്ലാമിന്റെ മുൻകാലഘട്ടമാണ്. അപ്പോൾ ക്രിസ്ത്യാനിയായ അബ്രഹത്തുൽ അഷ്റം എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഈ അബ്രഹത്ത് ഒരു കാര്യം ചെയ്തു. മക്കയിലേക്ക് ഹാജിമാരെ ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അബ്രഹത്ത് സൻആയിൽ, യമന്റെ തലസ്ഥാനമായ, വടക്കേ യമന്റെ തലസ്ഥാനമായ സൻആയിൽ ഒരു കനീസ പണിതു. ആ കനീസയിലേക്ക് ആളുകളെ ഹജ്ജിന് കനീസയിലേക്ക് വരാൻ വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. മക്കയിലേക്ക് പോവാതെ ഈ യമനിലേക്ക് ഈ കനീസയിൽ വന്ന് ഹജ്ജ് ചെയ്തു പോവാൻ വേണ്ടി ആണ് ഈ അബ്രഹത്ത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദുരുദ്ദേശപരമായ ഒരു സമീപനമായിരുന്നു. ക്രിസ്ത്യാനിയായ രാജാവാണല്ലോ. അപ്പോൾ മക്കക്കാരോട് വലിയ വെറുപ്പുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് മക്കയിലുള്ള കഅബത്തിനെതിരായി പ്രവർത്തിച്ചത്. ഈ വിവരം അറിഞ്ഞ കിനാനത്ത് ഗോത്രത്തിൽപ്പെട്ട അറബികളിൽ, മക്കയിൽ നിന്നുള്ള കിനാനത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഈ വിഷയം അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും അറിയാമായിരുന്നു. അങ്ങനെ കിനാനത്ത് ഗോത്രത്തിലുള്ള ഒരാള് ഈ സൻആയിൽ ഇയാൾ പണിത ഈ കനീസയിൽ വന്നു. രാത്രി രഹസ്യമായി വന്നിട്ട് അവിടെ കാഷ്ടിച്ചു. ആ കനീസയുടെ അകത്ത് കാഷ്ടിച്ചെന്ന് മാത്രമല്ല, ആ മലം ആ ചുമലിൻ്റെ ആകെ ആക്കിക്കൊണ്ട് അയാൾ സ്ഥലം വിടുക. അങ്ങനെ ഈ അബ്രഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഹാജിമാരെ മക്കയിൽ നിന്ന് സന്നായിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഹജ്ജ് ചെയ്യണം എന്നുള്ള നിലക്കാണ്. അപ്പം മക്കയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാരെ ഈ സൻആയിൽ അദ്ദേഹം പണിത ഈ കനീസയിലേക്ക് ഹജ്ജിന് വരാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയും കൂടി ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ആ കഅബയ്ക്ക് എതിരായിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കനീസ പണിതതും അതിലേക്ക് ഹാജിമാരെ ആകർഷിക്കുന്ന നിലപാടെടുത്തതും. ഇത് കണ്ട് അന്ന് ഇസ്ലാം മതം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് പോലുമില്ല. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 50 ദിവസം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പോൾ ഇസ്ലാമിനോടുള്ള വെറുപ്പ് എന്ന് പറയാൻ പാടില്ല. ഇസ്ലാം അന്ന് ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് തന്നെ ഇല്ല. നബിക്ക് 40 വയസ്സായപ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി രംഗത്ത് വന്നത്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി രംഗത്ത് വന്നത് നബിക്ക് 40 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ഇസ്ലാമിനോടുള്ള വെറുപ്പല്ല അത്, പക്ഷെ മക്കക്കാരോടുള്ള വെറുപ്പായി. ഈ വെറുപ്പനുസരിച്ച് കഅബയിലുള്ള ഹജ്ജ് തീർത്ഥാടന കേന്ദ്രം അത് സൻആയിലേക്ക് ആവണം എന്നുള്ള ദുരുദ്ദേശത്തിൽ പ്രവർത്തിച്ച അബ്രഹത്ത്, അതനുസരിച്ചാണ് കനീസ സൻആയിൽ പണിയാൻ തീരുമാനിച്ചത്. അത് പണി പൂർത്തിയായതിനു ശേഷമായിട്ട് അവിടെ ഈ വിവരം അറിഞ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ
കിനാനത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാള് ആ കനീസയിൽ വന്ന് കാഷ്ടിക്കുകയും മലം അത് ചുമരിന്റെ ചുമരിലെല്ലാം ആകെ മോശമാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ അബ്രഹത്ത് സത്യം ചെയ്ത് പറയണം, തീർച്ചയായും ഞാൻ കാപം പൊളിക്കുന്നു. അടുത്ത് തന്നെ കാപം പൊളിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അബ്രഹത്ത് രാജാവ് സത്യം ചെയ്യുകയാണ്. അങ്ങനെ സൈന്യവുമായിട്ട് കുറെ ആനകളും സൈന്യങ്ങളുമായിട്ട് മക്കയിലേക്ക് വരികയാണ് കാപം പൊളിക്കാൻ വേണ്ടി. അതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയെ, നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് എന്ന് ചോദിച്ച ഇത് ഈ സംഭവത്തെ സംബന്ധിച്ചാണ്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അലം യജ്അൽ കൈദഹും, അവരുടെ തന്ത്രം അല്ലാഹു ആക്കിയില്ലേ? അലം യജ്അൽ, അവൻ ആക്കിയില്ലേ? കൈദഹും, അവരുടെ തന്ത്രം ഫീ തദ്ലീലിൻ, പിഴവിലാക്കിയില്ലേ? അതെന്താണ് ആ പറഞ്ഞത്? അലം യുഹ്ലിക്കുഹും, അവരെ അള്ളാഹു നശിപ്പിച്ചില്ലേ? വേദിയാൽ മക്രഹും സായഹും ഫി തഹരീബിൽ കഅബത്തി, കഅബം പൊളിക്കുവാനുള്ള അവരുടെ ശ്രമവും അവരുടെ തന്ത്രങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞില്ലേ? അത് അവർക്ക് നഷ്ടബോധത്തിൽ എത്തിച്ചില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഈ സംഭവം കഅബം പൊളിക്കാൻ വേണ്ടി മക്കയിൽ വന്ന ഇവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെ നശിപ്പിച്ചു? വളരെ അദാഫായ ഒരു സൈന്യത്തെ കൊണ്ടാണ് നശിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രതിരോധം അവിടെ ഉണ്ടായത് വെറും പക്ഷികളെ കൊണ്ടാണ് ഇവരെ നശിപ്പിച്ചത്. പക്ഷികളെ കൊണ്ട് എങ്ങനെ നശിപ്പിക്കുന്നത്? പക്ഷികൾ സുലൈമാൻ നബിയുടെ സൈന്യത്തിലുണ്ടായിരുന്ന പക്ഷികളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം. സൈന്യത്തിൽ ഒരു വിഭാഗം പക്ഷികളായിരുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ അയച്ച്, പക്ഷികൾ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ്. ഈ പക്ഷികൾ വന്നുകൊണ്ട് 3 കല്ലും വഹിച്ചിട്ടാണ് ഓരോ പക്ഷിയും വരുന്നത്. ഒരു കൂട്ടം വന്നു പോയാൽ വേറൊരു കൂട്ടം അതിന്റെ പിന്നിലായിട്ട് തുടർന്നു വരും. അങ്ങനെ വരുന്ന പക്ഷികളുടെ ഓരോ പക്ഷിയുടെയും കൈവശം 3 കല്ല് വീതം, ചെറിയ കല്ലുകൾ. ഈ കല്ലുകള് വിഷത്തിൽ കൂട്ടപ്പെട്ട കല്ലുകളാണ്, ചൂളയിൽ വെക്കപ്പെട്ട കല്ലുകളാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും സിജ്ജീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വത്സലാലയും പൈറൻ അബാബിയിൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ എന്ന് നമ്മൾ അടുത്ത ആയത്തുകളിൽ പറയും. അപ്പോ കല്ലുകൾ, 3 കല്ലുകളുമായി വരുന്ന ഈ പക്ഷികൾ ഓരോ സൈന്യത്തിന്റെ തലയിലേക്കും ഓരോ കല്ല് വീതം ഇടും. ആ കല്ല് തലയിൽ നിന്ന് അവരുടെ പിന്തുവാരം വരെ എത്തുകയും അവരതിൽ നശിച്ചു പോവുകയും ചെയ്യാം. ഇങ്ങനെയാണ് അവരെ നശിപ്പിച്ചത്. അപ്പോൾ കഅബ പൊളിക്കാനോ അതിന്റെ അടുത്ത് പോലും ചെല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹു ഇങ്ങനെ നശിപ്പിച്ചു വെറും പക്ഷികളെ കൊണ്ട്. പക്ഷികൾ കല്ല് വഹിച്ചു വരുന്നു. ഇന്നാണെങ്കിൽ ഇതിനെ പറയുന്ന വെടിവെച്ചു കൊല്ലുന്ന സമ്പ്രദായമാണല്ലോ ഇന്നുള്ളത്. ഇതിൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെയുള്ള ഒരു ബുള്ളറ്റ് പോലെയുള്ള കല്ലുകളായിരുന്നു അത് എന്നാണ് പറയപ്പെടുന്നത്. ബുള്ളറ്റിന്റെ ഫലം എന്താ? അത് ശരീരത്തിലേറ്റാൽ അത് അങ്ങേ ഭാഗം തുളഞ്ഞു കയറും. ഇങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പോ ഇതേ രീതിയിൽ ഈ കല്ല് ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്തുവാരത്തിൽ കൂടെ അത് പുറത്തേക്ക് വരുന്നതാണ്. അത്രയും തുളഞ്ഞു കയറി ഈ ഇതിന്റെ ആളെ അങ്ങനെ തന്നെ ജീവഹാനി സംഭവിക്കുന്ന വിധത്തിലായിത്തീരുക. അങ്ങനെ അവരെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ അബ്രഹത്ത് രാജാവും സൈന്യവുമായിട്ട് മക്കയിൽ വന്ന സമയത്ത്
ഒരു സംഭവം ഉണ്ടായി. അബ്രഹത്ത് രാജാവ് നബിയുടെ വല്യപ്പയായിരിക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ 100 ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചു. ഒട്ടകം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഏറ്റവും സമ്പത്തിന്റെ സ്രോതസ്സാണ്. അപ്പൊ അങ്ങനെ ആ ഒട്ടകങ്ങളെ ഈ അബ്രഹത്ത് രാജാവ് പിടിച്ചു വെച്ചിട്ട് അത് ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു അബ്രഹത്തിന്റെ. 100 ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചാൽ വലിയ സമ്പത്ത് നഷ്ടപ്പെട്ടതായിട്ട് അബൂ താലിബിന് തോന്നാം. അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ് അല്ല, നബിയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് അന്ന് സമ്പന്നനായ വ്യക്തിയായിരുന്നു. മക്ക ഭരിച്ചിരുന്നത് അബ്ദുൽ മുത്തലിബായിരുന്നു. കാബവും ഭരിച്ചിരുന്നത് അബ്ദുൽ മുത്തലിബായിരുന്നു. അപ്പോൾ കാബ പൊളിക്കാൻ വരുന്നുണ്ട് എന്ന വിവരം അബ്ദുൽ മുത്തലിബിന് കൊടുത്തു അബ്രഹത്ത്. അതനുസരിച്ച് അബ്രഹത്തുമായിട്ടൊരു ചർച്ച തീരുമാനിച്ചു. കാബം പൊളിക്കാൻ വന്നു. പക്ഷെ നാട്ടുകാരെല്ലാം ഓടിപ്പോയത് മലമുകളിൽ കയറി ഇവരെ പേടിച്ചിട്ട്, സൈന്യത്തെ കണ്ട് പേടിച്ചിട്ട് മലമുകളിൽ കയറി. അങ്ങനെ അബ്രഹത്തും സൈന്യവും അബ്ദുൽ മുത്തലിബുമായിട്ട് ചർച്ച ആരംഭിച്ചു. ചർച്ചയിൽ ചുരുക്കി പറഞ്ഞാൽ ചർച്ചയിൽ അബ്രഹത്ത് പറഞ്ഞത് ഞങ്ങൾ കാബം പൊളിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 100 ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ സമ്മർദ്ദതന്ത്രമായിട്ട്. ഈ 100 ഒട്ടകങ്ങളെ വിട്ടുകൊടുത്താൽ അബ്ദുൽ മുത്തലിബ് സമ്മതിക്കും ഇന്ത്യനെ കാബം പൊളിച്ചോളാൻ എന്നുള്ളതായിരുന്നു അബ്രഹത്തിന്റെ ചിന്താഗതി. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്. ഖുറൈശി ഗോത്രമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശി. അതിൻ്റെ ഉള്ളപ്പെട്ട അബ്ദുൽ മുത്തലിബാണ് രാജ്യം ഭരിക്കുന്നത്, അബ്ദുൽ മുത്തലിബാണ് മക്ക ഭരിക്കുന്നത്. അങ്ങനെ ഉള്ള പ്രത്യേകത അബ്ദുൽ മുത്തലിബിനുണ്ട്. ഈ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്ക്, ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ, ആ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു തരണം. കാബയ്ക്ക് ഒരു റബ്ബ് വേറെയുണ്ട്, ആണ് റബ്ബുൽ ലഭിക്കും. വൈനൽ കാബ ലഹാ റബ്ബുൽ ആഖിർ. അതുകൊണ്ട് എന്റെ ഒട്ടകം എനിക്ക് തിരിച്ചു തരണം, ഞാനാണ് ഈ ഒട്ടകത്തിന്റെ റബ്ബ്, ഉടമസ്ഥൻ, അത് എനിക്ക് തിരിച്ചു തരണം. കാബയ്ക്ക് വേറൊരു റബ്ബുണ്ട്, ആ റബ്ബ് അതിനെ സംരക്ഷിച്ചോളും എന്നൊരു വാക്കും പറഞ്ഞു. അപ്പോ ഇതിൽ അബ്രഹത്ത് ഒരു നിലക്കും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അബ്ദുൽ മുത്തലിബിന്റെ റബ്ബിൽ നിന്ന് കിട്ടിയത്. അതനുസരിച്ച് അബ്ദുൽ മുത്തലിബിന്റെ വാക്ക് കേട്ടപ്പോൾ അബ്രഹത്ത് വളരെ നിരാശനായി. അങ്ങനെ കാബം പൊളിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ആ തയ്യാറെടുത്ത് അതിന് മുന്നോടിയായിട്ട് പക്ഷികൾ എങ്ങനെയുണ്ട് വരാൻ തുടങ്ങി. കൂട്ടമായിട്ട് പക്ഷികൾ വരിക. അതിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. വഅർസല അലൈഹിം, ഇവരുടെ നേർക്ക് അല്ലാഹു അയച്ചു, ത്വയ്റൻ, പക്ഷികളെ, അബാബീല, കൂട്ടമായി വരുന്ന പക്ഷികളെ അയച്ചു. കൂട്ടമായിട്ടാണ് പക്ഷികൾ വരുന്നത്. പക്ഷികളാണ് സൈന്യം. ഇവരാണെങ്കിലോ സൈന്യങ്ങൾ, വലിയ യോദ്ധാക്കള്, യുദ്ധവീര്യങ്ങളും യുദ്ധത്തെ സംബന്ധിച്ച് അറിയുന്ന സൈന്യവും ഭടന്മാരും അടങ്ങിയതാണ്. ആനകളാണെങ്കിൽ അത് അങ്ങനെ. അപ്പോ ഇതെല്ലാം കൂടി വന്നിട്ട് ഇവരെ നേരിടാൻ വന്നത് ഏതാനും പക്ഷികള് കല്ലുമായിട്ടാണ്. ചെറിയ കല്ലുകള് കയ്യിലും കൊക്കിലും കരുതിക്കൊണ്ടാണ് 3 കല്ലുകളുമായിട്ട് വരുന്നത്. അങ്ങനെ അവർ ഈ കല്ലുകളെല്ലാം സൈന്യത്തിന്റെ മേൽക്കിടുകയും ഒരു തോക്കിൽ നിന്ന് കാഞ്ചി വലിക്കുമ്പോൾ ബുള്ളറ്റ് പോയി പൊട്ടി എക്സ്പ്ലോഷൻ നടക്കുന്നതിനേക്കാൾ വലിയ നിലക്കുള്ള ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവിടെ. അങ്ങനെ ഈ സൈന്യമെല്ലാം തെർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തെർമീഹിം, ഈ പക്ഷികൾ അവരെ എറിയുന്നു, ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ, ചൂള വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട്. കളിമണ്ണ് ചൂളയിൽ വെച്ചാൽ അത് കല്ല് പോലെ ആയിത്തീരും. അങ്ങനെയുള്ള കല്ലുകൾ കൊണ്ടായി. അതിന് പുറമെ ഇത് വിഷത്തിൽ ഊട്ടപ്പെട്ട കല്ലുകളാണ്, അല്ലെങ്കിൽ
കളിമണ്ണാണ് എന്നെല്ലാം അഭിപ്രായമുണ്ട്. അങ്ങനെ എറിഞ്ഞിട്ട് തഖദിഫും ബിഹിജാറത്തിൻ സഗീറത്തിൻ തീനിൻ മുതഹജ്ജിരിൻ കഅന്നഹാ റസാസാത്തുൻ സാത്തിബ ലാ തസിലു ഇലാ അഹദിൻ ഇല്ലാ ഖത്തലത്തുഹു. ഏതൊരാളിലേക്കും റസാസ് എന്ന് പറഞ്ഞാൽ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് ചെന്ന് തറയ്ക്കുന്നത് പോലെ ഇത് ആരുടെ ശരീരത്തിൽ ഈ കല്ല്, ചെറിയ കല്ല് തട്ടിയാൽ ഒരുത്തനും ബാക്കിയാവില്ല. ഉടനെ ആ സെക്കൻഡ് വെച്ചിട്ട് അവൻ ഈ ലോകത്തോട് വിട പറയാം. അങ്ങനെയുള്ള നിലപാടാണ് അള്ളാഹു ഈ സൈന്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അയച്ചത്. വെറും പക്ഷികളെ. 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അപ്പൊ ഇങ്ങനെ എറിഞ്ഞപ്പോൾ ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ജാലഹും, ഈ സൈന്യത്തെ അവൻ ആക്കി, അള്ളാഹുവാക്കി വൈക്കോൽ തുറുമ്പ് പോലെ ആക്കി തീർക്കും. വൈക്കോലിൽ തിന്ന് തീർത്ത വൈക്കോൽ തുറുമ്പ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ അല്ലെങ്കിൽ മരത്തിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഇലകൾ കാറ്റിന് വൃക്ഷത്തിൽ നിന്ന് ഇലകൾ വീഴുകയും ആ ഇല മൃഗങ്ങൾ ഭക്ഷിച്ചു പിന്നെ ആ മൃഗങ്ങൾ വിസർജിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വെറും ചണ്ടികളായി തീർന്നു ഇവരെല്ലാം. ആര്? ഈ അബ്രഹത്തിന്റെ സൈന്യങ്ങൾ. അബ്രഹത്തിനെ അള്ളാഹു കൊന്നില്ല. അബ്രഹത്ത് അതിൽ രക്ഷപ്പെടുകയും സുഖമില്ലാതാവുകയും സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം. സ്വദേശത്തേക്ക് മടങ്ങിയിട്ട് ഈ കഥയെല്ലാം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഏതായിരുന്നാലും ജാലഹും തിന്നു കഴിഞ്ഞ വൈക്കോൽ തുറുമ്പ് പോലെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് വിസർജിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിത്തീർന്നു വരുന്നത്. ഇത്രയും ഈ 5 ആയത്തുകളാണ് ഈ സൂറത്തുൽ ഫീലിൽ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവരും എന്നെ സംബന്ധിച്ച് ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഈ ഖുർആനിന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.